വീണ്ടും പേടി. എന്താ ഈ കുട്ടിയുടെ പിന്നാലെ അപകടം ഉണ്ടല്ലോ, പക്ഷെ എല്ലാം മരിക്കണത് മുഴുവൻ വലിയ വലിയ അസുരന്മാരുമാണ്. എന്താ അതിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ തൃണാവർത്തൻ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത്രയും, അത് ചുഴലിക്കാറ്റ് പോലെ വരുന്ന പറയുക. തൃണാവർത്തൻ വരുന്ന പോലെ ആഗ്രഹങ്ങൾ നിൽക്കില്ല, ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ടെങ്കിലും. അതാണ് ചുഴലിക്കാറ്റിനും ഭഗവാനെ കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ അതിൽ പെടരുതെന്നാണ് പറയുന്നത്. അവസാനം വീണ്ടും ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടുക, ചിരട് കെട്ടിക്കുക, നാമം ജപിക്കുക, അതൊക്കെ ചെയ്തു. വീണ്ടും സുഖമായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വെറുതെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നോക്കിയ വായ തുറന്നപ്പോൾ ചെറിയൊരു കാഴ്ച കണ്ടു. വലിയ കാഴ്ച പിന്നാലെ വരണേ ഉള്ളൂ. ഒന്നൊന്ന് കണ്ട പോലെ തോന്നി. കുറേ ആൾക്കാരെ വായയുടെ ഉള്ളിൽ വേഗം വായ അടയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്ക് വസുദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവരുടെ ഗർഗ മഹർഷി ഇവരുടെ പുരോഹിതനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, കുട്ടികൾക്ക് പേരിടാരായി. പക്ഷെ ഇത് കംസൻ അറിഞ്ഞ കുഴപ്പമാണ്. ഇവർ യാദവന്മാരാണ്. യാദവന്മാരുടെ രീതിയല്ല മറ്റേ ഗോകുലത്തിലുള്ളവരുടെ രീതി. അതുകൊണ്ട് അങ്ങ് രഹസ്യമായിട്ട് പോയിട്ട് മക്കൾക്ക് പേര്, ഇവിടെ കൃഷ്ണനും രാമനും രണ്ടാളുണ്ടല്ലോ, പോയിട്ട് പേരിട്ട് വരണം പറഞ്ഞു. ഗോപന്മാരുടെ ഗുരു വേറെയാണ്, യാദവന്മാരുടെ ഗുരു വേറെയാണ്. അപ്പം മെല്ലെ നന്ദൻ്റെ അടുത്തെത്തി. ഈ വസുദേവരുടെ നിർദ്ദേശപ്രകാരം ഗർഗമഹർഷി അവിടെ എത്തിയിട്ട് മെല്ലെ കുട്ടിയെടുത്തു, മടിയിൽ വെച്ചു, താടി പിടിച്ചുകൊണ്ട് വലിച്ചു പറയും. അപ്പം ആകർഷണം ചെയ്തുകൊണ്ട് കൃഷ്ണൻ എന്ന് പേര് കൊടുത്തു. ഇയാൾക്ക് 1000-ലധികം പേരുണ്ടാവും. ഞാനൊരു പേരിട്ടു എന്നേ ഉള്ളൂ, 1000 പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. ബലരാമന് നല്ല ബലമുള്ള ആളാവുകൊണ്ട് ബലരാമൻ എന്ന് പേരിട്ടു. അങ്ങനെ പേരിടൽ കഴിഞ്ഞു. നല്ലോണം സ്വർണ്ണവും ഒക്കെ ദക്ഷിണയൊക്കെ കൊടുത്ത് രഹസ്യമായിട്ട് വന്നു പോയി എന്നാണ്. ആരെങ്കിലും അറിഞ്ഞാൽ, കാരണം കംസൻ തെരഞ്ഞു നടക്കുകയാണ്. തൻ്റെ കാലൻ ഇവിടെ ജനിച്ചിട്ടുള്ളൂ എന്ന് ഉറപ്പായി. അപ്പം എല്ലാ തരത്തിലും തിരയുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് കുസൃതി കൂടി വരാൻ തുടങ്ങി. എങ്ങനെ വന്നാലും കൂടുകയാണ്. എവിടെയാണോ അപ്പം ഇവിടെ കുലത്തൊഴിൽ പശുവിനെ മേക്കലും പാല് കറക്കലും വെണ്ണ കൊടുക്കലും തൈര് കൊടുക്കലുമാണ്. അപ്പം ഇത് കട്ട് തിന്നലാണ് ഈ ചങ്ങായുള്ള പണി. എവിടെ വെച്ചാലും തിന്നും, കൂട്ടായിട്ട് പോകും, തിന്നും. അങ്ങനെ കളിക്കും. ഒരു ദിവസം കളിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് മണ്ണെടുത്ത് തന്നു കൃഷ്ണൻ. അപ്പോൾ കുട്ടികൾക്ക് ഇതാ അപ്പം മണ്ണ് തന്നു. അവനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾ കൃഷ്ണനാണ്. ബലരാമനും കൂട്ടുണ്ടെങ്കിലും ലീഡർ കൃഷ്ണനാവും. കൃഷ്ണൻ മണ്ണ് തന്നു എന്ന് പറഞ്ഞു. നാഹം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ഇവർ നുണ പറയുകയാണ്, ഇവരൊക്കെ നുണ പറയുകയാണ് അവർ. അപ്പോൾ യശോദ ചോദിച്ചു, നീ വായ തുറക്കുക. വായ തുറന്നു. ഒരു കാഴ്ച കണ്ടു പറയാ യശോദ. ലോകം മുഴുവൻ വൃന്ദാവനം അല്ല ഇനി എന്തൊക്കെ കാണാനോ അതൊക്കെ കണ്ട് അവസാനം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഗോകുലവും ഉള്ളിലൊരു യശോദയും വായ പൊളിച്ചിട്ട് ഒരു കണ്ണനെയും കണ്ടു. ഇത് കണ്ടപ്പോൾ യശോദയ്ക്ക് ആകെ പേടിയോ പരിഭ്രമോ. അപ്പോൾ ഈ വിദ്വാൻ തന്നെ ഇവരെയൊക്കെ കൊന്നുണ്ടാവാന്നൊക്കെ തോന്നിത്തന്നെ. അപ്പം തോന്നി ഇത് കുട്ടിയല്ലേ, സാധാരണ കുട്ടി. അത് തോന്നൽ തുടങ്ങുമ്പോഴേക്ക് ഇട്ടെന്ന് കണ്ണടച്ചു. യശോദ പഴയ പോലെ. കാരണം കാര്യങ്ങൾ ഇനി കുറെ ബാക്കി കിടക്കുകയാണേ. ഇപ്പം തന്നെ ഞാൻ ഈശ്വരനാന്ന് മനസ്സിലാക്കിയാൽ കഴിഞ്ഞില്ലേ കാര്യം. വേഗം മായയിലേക്ക് പിടിച്ചിട്ടു. അങ്ങനെ വീണ്ടും പഴയ പോലെയായി. അപ്പോൾ ഈ കൃഷ്ണൻ ജനിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇവരൊന്നും സാധാരണക്കാരല്ല. ഭൂമിദേവി പോയിട്ട് സങ്കടം പറയുകയാണ്. കംസന്റെയും മറ്റുള്ള ജരാസന്ധൻ പോലുള്ളവരുടെയൊക്കെ ദുഷ്ടത കാരണം എനിക്ക് തീരെ വയ്യ, അങ്ങ് അവതരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃഷ്ണനായിട്ട് അവതരിക്കാൻ പോകുന്നുണ്ട്, വേണ്ടോര് വന്നോളെന്ന് പറഞ്ഞു ഉത്തരേ ദേവലോകത്ത്. ഇത് കിട്ട് കേൾക്കേണ്ട താമസം ചട്ടുക്കനെ ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുകയാണ്. സപ്തർഷികള്, മഹർഷിമാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, ഇവരൊക്കെ ഏതൊക്കെയോ രൂപത്തിൽ. കാരണം ഇങ്ങനൊരു അവതാരം ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പം ആ അവതാരത്തിൽ എൻ്റേതായിട്ട് എന്തെങ്കിലും കൂടെ വേണം, ഞാനും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് ഗോപസ്ത്രീകളൊക്കെ പൂർവ്വജന്മത്തിൽ ഋഷിമാരാണത്രേ. സാധാരണ ഗോപസ്ത്രീകളൊന്നും സാധാരണക്കാരൊന്നുമില്ല. അതുപോലെ ഈ ഗോപികൾ മുഴുവൻ അങ്ങനെ ഓരോരുത്തരും മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ പശുവായിട്ടും വെണ്ണയായിട്ടും പാലായിട്ടും പർവ്വതമായിട്ടും ഒക്കെ വന്ന് അവതരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കൃഷ്ണനോട് ബന്ധപ്പെടുന്നവരെല്ലാവരും ദേവാംശമുള്ളവരാണെന്ന് പറയാണ്. അത് കഴിഞ്ഞു. അങ്ങനെ 3 വയസ്സായി. കുസൃതി കൂടി വന്നു. എന്താ 4 വയസ്സിൽ നട്ടപ്രാന്തം എന്നൊക്കെ പറയില്ലേ, പിടിച്ചാൽ കിട്ടാത്ത വിധം എത്ര കണ്ണുണ്ടെങ്കിലും മക്കളെ നോക്കിയാൽ നേരെയാവില്ല. കട്ടുതിൻ്റെ. പക്ഷേ ഈ എല്ലാ വൈകുന്നേരമായാലും വന്ന് പറയും, ഇതാ യശോദേ കൃഷ്ണൻ്റെ എത്ര കാലം പൊട്ടിച്ചു കേട്ടോ, ഈ പൊട്ടിച്ചതിനൊക്കെ അക്കൗണ്ടിനെ അതിനായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് എത്ര കാലാച്ച തിരിച്ചു കൊടുക്കും, എത്ര പാലാച്ച കൊടുക്കുന്നത് കണക്ക് നോക്കാനേ നേരുള്ളൂ. എന്നാലും അവർക്കൊന്നും പരാതി ഇല്ലേനും. ഒരു ദിവസം കൃഷ്ണ വഴി പോയില്ലെന്ന് കൃഷ്ണനെ കണ്ടില്ലോ, വന്നതിനാ തല്ലി പൊട്ടിക്കാനാ. പക്ഷെ എന്നാലും അവർക്ക് വളരെ ഇഷ്ടമാണ്. കൃഷ്ണൻ പോണം,
തല്ലി പൊട്ടിക്കണം. അത്ര ഇഷ്ടമാണ് കൃഷ്ണന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൃഷ്ണന് പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ പാൽ അടുപ്പത്ത് വെച്ചാണ് നമ്മുടെ മക്കൾക്കൊരു ചോദ്യം. ഈ പാലിൻ്റെ ഒരു പ്രത്യേകത നോക്കിയിട്ടുണ്ടോ? അടുപ്പത്ത് വെച്ച് നിങ്ങൾ നോക്കി ഇന്ന് അത് തിളക്കിയില്ല ഇല്ലേ? താക്കോൽ എടുക്കാനോ പിന്നെ എടുക്കാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നാണ് പൂജ. അവിടെ വീട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ? അതോ മുളഞ്ഞൂർ അങ്ങനെ ഇല്ലേ? നമ്മൾ നോക്കിന്ന ജീവൻ പോയാൽ തിളക്കില്ല. ഒന്നും കിട്ട് കണ്ണ് തെറ്റിയോ? ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താ അത്ര അതിൻ്റെ കാരണം അറിയോ? ഈ പാലിന് നമ്മളെ വലിയ ഇഷ്ടാത്രേ. അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ അത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയാൽ നമ്മൾ പോയോ എന്ന് എത്തി നോക്കുക അത്രേ. എവിടേക്കാ ഇവർ പോയി വെച്ചിട്ട് അതത്ര തിളച്ചു. അല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് അവിടെ തന്നെ നിൽക്കുമ്പോൾ ആളെടുത്തുണ്ടല്ലോ, നമ്മൾ തിരിഞ്ഞത് എവിടേക്ക് എൻ്റെ കൂട്ടുകാരി പോയി വെച്ച് നോക്കുക, അപ്പം തിളച്ചു പോവുകയാണ്. അപ്പം അതേപോലെ പാലടുപ്പത്ത് എന്നാൽ തിരിച്ചുണ്ട് കേട്ടോ. പാലടുപ്പത്ത് വെച്ചാൽ നമുക്ക് ഓർമ്മ വരാത്ത പണിയില്ല. അതുവരെ ചെയ്യാത്ത പണി പറഞ്ഞ ഇത് വെച്ചിട്ടാണ് നമ്മൾ പോവുക. അപ്പം എന്തായാലും പാല് വെച്ച് യശോദ പാല് കൊടുക്കായിരുന്നു കുട്ടിക്ക്. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യടാ പാലടുപ്പത്താണല്ലോ എന്ന് ഓർമ്മ. വേഗം കുട്ടി അവിടെ കടത്തിയിട്ട് പാല് എടുക്കാൻ പോയി. കൃഷ്ണനും കിട്ട് വന്നു ഒരു കലി. ഈ കുടി മുട്ടിച്ചിട്ടാണല്ലോ പോയത്. അവിടുന്ന് നീച്ചിട്ട് അത്യാവശ്യം തപ്പി തല അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചു. അവിടെയുള്ള പാലും പാത്രവും വെണ്ണയൊക്കെ എടുത്ത് കുറെ കാക്കയ്ക്കും പൂച്ചയ്ക്കും അവിടെ വന്ന് അണ്ണയ്ക്കും ഒക്കെ കൊടുത്ത് യശോദ പാല് വാങ്ങിച്ച് വന്ന് അവിടേക്ക് ഇവിടെ അയ്യപ്പന്മാർക്ക് കഴിഞ്ഞ പോലെ. യശോദയ്ക്ക് അതിനേക്കാൾ കലി തോന്നി. പിടിച്ചു. എന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. എന്നിട്ട് കയറെടുത്തു. കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ദ്വങ്കുലോനമഖിലം 2 അങ്കുലം കുറയുക. എങ്ങനെ കെട്ടിയാലും ചുറ്റി കെട്ടാൻ പറ്റില്ല. അവിടെ കണ്ടതോ വരണ്ടല്ല, എന്തിലേലും കെട്ടാച്ചിട്ടാണ്. ആദ്യം പിടി കൊടുത്തതല്ലേ, ഓടി അപ്പുറത്തേക്ക് ഓടി, യശോദ പിന്നാലെ ഓടി, അങ്ങോട്ട് ഓടി. ഈ ചെറിയ കുട്ടറെ കൂടെ വലിയ ആൾക്ക് ഓടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്നാലും ഓടി അമ്മ വേർത്തും.